റോഡ് ടു 1 മില്യൺ 1 മില്യൺ പദ്ധതി 1 മില്യൺ പദ്ധതിയാണ്. നമ്മള് 1 മില്യൺ ആവുന്ന വരെ ഇനി യൂട്യൂബിൽ അങ്ങ് സ്ട്രീം ചെയ്യാൻ പോണ്. 1 മില്യൺ അടിച്ചിട്ടേ ഉള്ളു ഇനി അടുത്തത്. ഉടനെ പ്ലേ ബട്ടൺ അതിന്റെ ബാക്കിൽ തൂങ്ങും. അതെ അത് കഴിഞ്ഞ അണ്ണൻ തോന്നുന്നു. പ്ലേ ബട്ടൺ വന്നില്ല ഞാൻ തൂങ്ങും. പ്ലേ ബട്ടൺ വരെ ലേറ്റ് ആയ അണ്ണൻ റൂമിൽ കയറി തോന്നുന്നു. ലൈവ് ഇട്ട് തൂങ്ങിയത്. അതെ. ഷെരീഫ കെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഗൈസ് ചുമ്മാതെയാ, സുണ്ടിന് ഈഗിൾ ഇല്ലാതെ പറ്റൂല, അതുകൊണ്ടാണ്. സത്യം അതൊക്കെ. നീ ഈ ലൈവിൽ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാണ് നാട്ടുകാരെല്ലാം ഏറ്റുപിടിക്കുന്നത്, മനസ്സിലായ? ഇപ്പൊ ഇവര് നിക്കാൻ സമ്മതിക്കില്ല ആൾക്കാർ. ഒരുമിച്ച് ഇവർ രണ്ടു നിക്കണെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. സദാചാരക്കാരൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. 1 മില്യൺ പദ്ധതി. അതെ 1 മില്യൺ പദ്ധതി. നെക്സ്റ്റ് ചലഞ്ച് ചെയ്യടാ. നമ്മുടെ ഈ വട്ടത്തെ നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയാ കേക്കട്ടെ? കണ്ടിട്ടോ തല കാണിച്ചിട്ടോ? അടിച്ചു കൊന്നൊക്കെയാണ് പറയണെന്ന്. തല കാണിച്ചിട്ടോ? ഹലോ. അണ്ണന്റെ വീട് ഫോറസ്റ്റിലാണോ? കുറച്ച് ഫോറസ്റ്റ് ഉള്ള ഏരിയയൊക്കെയാണ്. നാച്ചുറൽ സ്ഥലമാണ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഉള്ളിൽ. അപ്പൊ ഡിസ്കോ ട്രോൾസിന് വിടാ ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഡിസ്കോ ട്രോൾസ് യൂട്യൂബിൽ തന്നെ നോക്കാൻ പോണ്. അതായത് ഒരു ദിവസത്തെ റവന്യൂ അങ്ങ് മറക്കാം. അങ്ങനെ റവന്യൂ മറന്ന് ഇടയ്ക്ക് ഒരു ദിവസം ഇടോട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണ്ടി, അങ്ങനല്ല, എനിക്ക് വേണ്ടി, എന്റെ ചാനലിന്റെ ഗ്രോത്തിന് വേണ്ടി. ഇവിടെ ലോകത്താരാടാ ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ആരുമില്ല. ഞാൻ പറയട്ടെ, ഈ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ സെന്റിമെന്റ്സ് പറയുന്ന പുണ്ടച്ചിൽ അടിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ട്. പിന്നെ അവന് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട്. യൂട്യൂബ് പൈസ തരുന്നത് നിർത്തിയാ ഏതെങ്കിലും ഒരുത്തെ മുളകൂടി വാരി തിന്നു തോന്നുന്നുണ്ടോ? വെറുതെ. അതൊക്കെ വെറുതെ. നമ്മൾ കണ്ടിട്ടുണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി, റവന്യൂവിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഈഗിളിന്റെ അണ്ണാൻ പണി മെമ്പർഷിപ്പ് എടുത്തിട്ട്. നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയുന്നത്? ഓൾറെഡി എനിക്ക് ദുശീലങ്ങളൊന്നും ഇല്ല, എങ്കിലും ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് അടുത്തൊരു വർഷം ഈ അച്ഛനെ അമ്മയൊക്കെ നോക്കി കല്യാണമൊക്കെ കഴിച്ച്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് അണ്ണന് കൊടുക്കാൻ, യൂത്തിന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താണ്? കല്യാണം കഴിക്കുന്ന ഏർലി മാരേജിനെ കുറിച്ച് അണ്ണൻ ഏർലി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പൊടിക്ക്. എന്നാൽ അണ്ണന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താണ്? നീ ആദ്യം ന്യൂ ഇയർ റെസൊല്യൂഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈവിൽ സംസാരിക്കുന്നത്, മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈവിൽ സംസാരിക്കുന്നത്. അതിനല്ല നിന്റെ ഇവിടെ കൊണ്ടിരിക്കുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ബീഫ് മേടിച്ചത് നന്ദിയെങ്കിലും വിഷയത്തിൽ തന്നെ മാറി പ്രശ്നമായി. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതല്ല, റെഗുലർ ആണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ റെഗുലർ ലൈവ് എല്ലാവർക്കും ലൈവ് കൊടുക്കുക. എല്ലാവർക്കും ഞാൻ കൊടുക്കുക. എന്റെ ശരീരം എഴുതി കൊടുക്കണം. 1 ലാക്ക് അകത്ത് വരുന്ന ലാപ്ടോപ്പ് പറഞ്ഞൊരു ഗെയിമിംഗ് ആൻഡ് ഡിസൈൻ വർക്സിന് വേണ്ടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. ബ്രോ അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഇല്ല ബ്രോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ഇതായി പോയാൽ എന്ത് ചെയ്യും? സാധനമുണ്ട്. നുസൈം വദം ബ്രോ താങ്ക് യു സോ മച്ച്. ബ്ലാക്ക് ടീഷർട്ട് ഇടേണ്ട ഒരു സുഖമില്ലെന്ന്. ബ്ലാക്ക് ടീഷർട്ട് എന്റെ വല്ല കഴിയിട്ടാ കിട്ടേക്കോടാ. അതാ അണ്ണാ പൊന്മുടിയിൽ വരുവോ? പൊന്മുടിയിൽ സ്ഥലം നമ്മളെത്തും. ടർഫ് തുടങ്ങുമ്പോ ഒന്ന് പറയണേ. അണ്ണാ ന്യൂസ് കണ്ടോ? ഇല്ലടാ, എന്ത് ന്യൂസിനകത്ത്? എന്ത് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. 4 പയ്യന്മാര് കണ്ടെയ്നർ സിമന്റ് ലോറി മരിച്ചുപോയി. പാലക്കാട് തന്നെ കണ്ടെയ്നർ മറിഞ്ഞ്, സിമന്റ് ലോറി മറിഞ്ഞ് 4 പയ്യന്മാര് മരിച്ചുപോയി. അമ്മ മണ്ടയ്ക്ക് മറിഞ്ഞു വീണോ? റോഡിൽ നിന്ന ആൾക്കാരോ? 8ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ. കൊച്ചു പിള്ളേരോ? 8ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ. ഞാൻ ഇപ്പൊ ന്യൂസ് കണ്ടേ ഉള്ളൂ. എന്റെ അമ്മോ, അപകടങ്ങളാണ്. ഇപ്പൊ നിങ്ങളെ തന്നെ നോക്കണം, അല്ലെങ്കിൽ അടുത്ത വൃശ്ചികത്തിന് മുമ്പ് ഷൂസ് ഇട്ട് വിത്തി കയറാം. എന്റെ പൊന്നെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ നിന്നാലും നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കയറുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? നമ്മള് മാന്യമായിട്ട് 4 പെൺകുട്ടികളാണെന്ന് 4 പേര്. എന്റെ അമ്മോ, എന്ത് ചെയ്യാനല്ലേ? എന്തായാലും റെസ്റ്റ് ഇൻ പീസ്. ഒന്നും പറയാനില്ല. ഇതിനകത്ത് എന്ത് നമ്മൾ അഭിപ്രായം പറയാനാണല്ലേ? വെറുതെ നിന്നാലും നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കയറുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സമയദോഷം, അല്ലാതെ എന്ത് പറയാനാണ്? നടന്നു പോയാലും വന്ന് ഇടിച്ചുവല്ലോ. അതെ, ഒന്നാമത്തെ കാര്യം ഈ ഒരു സമയത്ത് പത്തനംതിട്ടയിലൊക്കെ ഉള്ളവർ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ അയ്യപ്പ സ്വാമി സീസൺ ആയതുകൊണ്ട് വണ്ടികളൊക്കെ പാഞ്ഞാ വരുന്നത്. റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പം നല്ല പേടിയാണ് സത്യം പറയാലോ. അതുപോലത്തെ സ്പീഡിലാണ് അവർ പോകണത്. അവർ തമിഴ്നാട്ടിൽ നല്ല റോഡിൽ ഓടിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലും അവർ റോഡിന് വെളിയിൽ വണ്ടി ഇറക്കില്ല, നല്ല സ്പീഡിലാണ് അവർ പോകുന്നത്. പിന്നെ ഉറക്കം തൂങ്ങിയൊക്കെ ആയിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. സോ ഈ അയ്യപ്പ സീസണോട് ആയതുകൊണ്ട് വെളിയിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആന്ധ്രയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും ശ്രദ്ധിക്കുക.
ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇതാക്കുക. ഇല്ലെങ്കിൽ 9 താങ്ക് യു സോ മച്ച് ഫോർ ദ 29 rupees സൂപ്പർ ചാറ്റ്. തനിൻ ബ്രോ താങ്ക് യു സോ മച്ച് 29 rupees സൂപ്പർ ചാറ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. ബ്ലൈൻഡ് ജോക്കർ കൈ പൊക്കി കേട്ടോ, ജോക്കി എന്നോ ഒരു കൈ പൊക്കിയിട്ട് പോകട്ടെ. നമസ്കാരം ജോക്കി, വെൽക്കം. കൃഷ്ണദാസ് കരക്കാട് ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ് അപ്പോൾ ടർഫ് തുടങ്ങുമ്പോൾ ഒന്ന് പറയണേ നമുക്ക് ടർഫിലോട്ട്. റോഡ് ഇഷ്യൂ ആണല്ലേ? ഡു ലൈക്ക് ദ സ്ട്രീം. 4000 പേരെ ലൈക്ക് എടുത്തുള്ളൂ, 8000 പേര് വാച്ചിങ്, പകുതി ആൾക്കാർ ലൈക്ക് അടിച്ചിട്ടില്ല. ലൈക്ക് അടിക്കുക ഗൈസ്. ബുദ്ധിമുട്ട് എന്താണ്? മറ്റേ IP അടിച്ച് കേറി ഡൗൺലോഡ് ചെയ്യാനുണ്ട് കുറെ. അതിന് ഞാൻ സിറ്റിയിലല്ലല്ലോ കയറുന്നേന്ന്. അല്ല പിന്നെ ടർഫ് കളിക്കുന്നില്ലേ? ഞാൻ കളിക്കുന്നില്ല. നീ ചുമ്മാടാ. ഞാൻ ടർഫ് കളിക്കാൻ മുട്ടി നിൽക്കുന്ന 10-12 അവന്മാർ ഇവിടെ ഉണ്ട്. അതെ, എന്നെ അടി എന്ന് പറഞ്ഞ് മുട്ടി നിൽക്കുന്ന 12-13 എത്ര പേരെ? 10 പേരോ? 12 പേര്. 12 എണ്ണം TV-യിലുണ്ട്. അവന്മാര് കേറട്ടെ, ഇന്ന് കേറട്ടെ. ടർഫ് എന്താണാ വരാത്തെ? അത് സുഖമില്ല. എന്താണ് ടർഫ് കൊണ്ടുപോകണെന്ന് പറഞ്ഞ അങ്ങ് പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കുവായിരുന്നു. അവന്മാര് ആദ്യം കേറി അടിക്കട്ടെ, അവന്മാരാദ്യം കേറി അടിച്ചിട്ട് ഞാൻ കേറാം. അത് ഞാനും അണ്ണനും കെവിനെ കേട്ടിട്ട് ഞങ്ങൾ OG സ്ക്വാഡ് മണി ടർഫിൽ അടിയുണ്ട്. അണ്ണാ ഞാൻ ബ്രേക്കപ്പ് ആയി, ബട്ട് ഐ ആം ഹാപ്പി. സൗരവ് അത് കരഞ്ഞോണ്ടാണ് പറയണ. കണ്ണീരൊക്കെ തടച്ചിട്ട് മൂക്കളൊക്കെ ചിറ്റ ടൈപ്പ്. ഞാൻ ഹാപ്പിയാണ്. ചുണ്ണി ദാനം ചെയ്തവൻ 40 rupees. അണ്ണാ റെഗുലർ ചുണ്ണി കാണിക്കുക 1000 rupees സൂപ്പർ ചാറ്റ്. അതിനുള്ള വർത്തില്ല. 1000 വേണ്ട, താല്പര്യമില്ല. അണ്ണാ ഓർമ്മയുണ്ടോ ക്രിയേറ്റീവ് അനാർക്കി 40 rupees? ഇവന് ഓർമ്മയില്ലേ? മറക്കോ നിന്നെ? സുഖമാണ്. കണ്ടില്ല നമ്മളെവിടൊക്കെ വെച്ച് നമ്മളെ പിന്നെന്താ ഇങ്ങോട്ട് വരാനേ? നമ്മള് എത്ര വട്ടം മീറ്റ് ചെയ്താണ്. പരിസരത്തൊന്നും കാണാനില്ല. ഫിൽട്ടർ IGL ഫാൻ പറഞ്ഞ നിഖിൽ ബാബു 40 rupees ഗ്രൂപ്പിൽ മെസ്സേജ് ആരെങ്കിലും ഇടപെട്, എനിക്ക് വേണ്ടി നോയർ ബ്രോ താങ്ക് യു സോ മച്ച് 20. അഭിജിത്ത് വിക്കി ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. ഇടയ്ക്ക് ചെറിയൊരു ബഫറിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ കൊല്ലം സൈഡിലോട്ടുള്ള കാറ്റില്ലേ, ആ കാറ്റിലാണ് ഇടയ്ക്ക് ബഫറിംഗ് മാറി ഇങ്ങോട്ട് അടിക്കുന്നതാണ് പ്രശ്നം. പക്ഷെ ഇത്രയും വലിയ മഴയത്തും കേരള പറഞ്ഞാൽ നമ്മളത് പറയണം. ബെസ്റ്റ് നെറ്റ്വർക്ക് എവർ ഇൻ കേരള. ഇന്ത്യ തന്നെ പറയണം. ഇന്ത്യ. ഞാൻ ദുബായിൽ ജീവിച്ച ഒരാളാണ്. ദുബായിലെ നെറ്റ്വർക്ക് വെച്ച് പോലും കമ്പയർ ചെയ്താൽ കേരള വിഷനെ നമുക്ക് ലൈക്ക് ഒരു ദുബായ് നെറ്റ്വർക്കിന് മുകളിൽ നിർത്താം. കുറച്ചുകൂടി ആ ഒരു രീതിയിൽ നിർത്താൻ പറ്റുന്ന നെറ്റ്വർക്കാണ്. എത്രയും മഴയത്ത് റെഡ് അലേർട്ട് ആണ് ഇവിടെ. റെഡ് അലേർട്ട് ആണ് പത്തനംതിട്ടയിൽ. എന്നിട്ടും അറിയാത്തോണ്ടാണ്. അഭിജിത്ത് വിക്കി ബ്രോ താങ്ക് യു സോ മച്ച് 40. ലവ് ഫ്രം കണ്ണൂർ താങ്ക് യു സോ മച്ച് ബ്രോ. കെവിൻ വരണം എന്നാലേ ശരിയായ വെടി R34 വെടിവേരുന്നു കേട്ടാ. ഇത് കാജു കോജോ ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. ലോഗൻ എഡിറ്റ്സ് എന്റെ നാട്ടിലാണ് സംഭവം. റോഡ് സ്ലിപ്പറിയാണ്. 6 years അവിടെ 36 പേര് മരിച്ചു. ഇത്ര കാലമായിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോഗൻ എഡിറ്റ്സ് 100 rupees സൂപ്പർ ചാറ്റ്. ഞാനൊരു കാര്യം പറയാം, ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വോട്ടിടാൻ പോകുമ്പോൾ മാത്രം ഇതൊന്നും കാണിക്കൂല, മനസ്സിലായില്ലേ? ഇത് ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടണം. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല ഗൈസ്, സത്യമായിട്ട് ഞാൻ പറയാണ്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സമയത്ത് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് സ്കൂൾ സമയത്തും ഇതൊക്കെ കുറേ പുറകെ നടന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. എനിക്കതിനോട് ഭാഗമാകാൻ താല്പര്യമില്ല. എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഇൻഡിവിജ്വൽ അതറിയില്ല. എന്തായാലും ഇത് ശരിയാവട്ടെ അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആര് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇതിന് പൊക്കി പിടിച്ചേക്കും, മനസ്സിലായോ? പുതിയ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഇത് മാറിയോ, ഇത് മറക്കോ മാറി. നാളെ ആരെങ്കിലും പീഡിപ്പിക്കും, പിന്നെ അതിന്റെ പുറകെ ആവും. ഇപ്പം പീഡനമാണല്ലോ ട്രെൻഡ്. അണ്ണാ ഇത്രേ ഉള്ളൂ, ഹാപ്പി അല്ലേ? ഷിജിൽ വഗീഫ് താങ്ക് യു സോ മച്ച് 40. കെവിന് വേണ്ടി എന്റെ വക സുൽഫി മുഹമ്മദ് കോമിക് വൈൻസ് ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണ ബിഗ് ഫാൻ താങ്ക് യു ബ്രോ. കിങ് പിൻ ബ്രോ താങ്ക് യു സോ മച്ച് 2 pound. ബോബുട്ട കെവിനെ അണ്ണ ഹലോ. ഡിസ്കോഡ് നോക്ക് ബ്രോ. ഡിസ്കോഡ് നമ്മള് നാളെ തൊട്ട് നോക്കാം ബ്രോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു
ഞാൻ ഒരാളുടെ അടുത്ത് ഇങ്ങനെ മെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ട്, ചാനലിന്റെ വൈസ് എന്തെങ്കിലും സീൻ ആവുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്, വേറെ ഒന്നുമില്ല. എനിക്ക് ചാനലൊന്ന് 1 മില്യൺ അടിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇൻഫർമേഷൻ വെച്ച് ഇനി ഡിസ്കോഡ് അതെ സൗത്തിനെ കൊണ്ടുവരുമോ? സൗത്ത് ഇട ഇവിടെ ഇല്ലടാ, അവൻ വീട്ടിലല്ലേ, അവനെ ഇവിടെ കൊണ്ടുവരുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട്. ടർഫ് തുടങ്ങുമെന്ന് പറയണേ. കേരള വിഷനായിട്ട് എന്നാ കൊള്ളാം, കേരള വിഷനായിട്ട് ഞാൻ കൊളാബ് ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞല്ലോ, ഇത്രയും നല്ല സർവീസ് എനിക്ക് തരുന്നതിന് കേരള വിഷൻ ഫ്രീ കൊളാബ് ഞാൻ ചെയ്യണേ. പൈസ മേടിക്കില്ല, ഒരു പൈസ മേടിക്കില്ല. ഞാൻ കേരള വിഷന്റെ ലൈൻ കമ്പി ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്, ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഞാൻ തന്നെ വലിക്കുന്നത്, വയറ് വലിക്കുന്നത്, കുഴിക്കുന്നത്, ഫുൾ കേരള മറ്റേ ഹെൽമെറ്റിൽ കേരള വിഷനൊക്കെ അടിച്ച് കേരള വിഷനൊക്കെ അടിച്ച് ഒരു കിഡിലും കൊളാബ് ഉടനെ വരും. ഞാൻ കേരള വിഷന്റെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവർ റിപ്ലൈ അയച്ചാൽ ഉടനെ വരും. ടർഫ് സ്റ്റാർട്ട് ആയത് നോക്കട്ടെ, ഒരു മിനിറ്റ്. ടർഫ് സ്റ്റാർട്ട് ആയത് നോക്കട്ടെ. ഇല്ല സ്റ്റാർട്ട് ഒന്നും ആയില്ല, പോടാ ചുമ്മാ പറയാണ്, ചുമ്മാ പറയുവാ. ടർഫ് സ്റ്റാർട്ട് ആയ അണ്ണാ PDRP ചെയ്യുമോ അണ്ണാ? ഞാൻ PDRP ചെയ്യാനുള്ള പരിപാടിയിലാണ്. PDRP ഉടനെ സ്റ്റാർട്ട് ചെയ്യും ബ്രോ. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ? വിന്റേജ് മീഡിയ എടാ ഓർമ്മയുണ്ടോ? വരാനുള്ളത് 4 ഡേ മുമ്പ് വണ്ടി അടിച്ച് കാല് വയ്യ. അണ്ണാണി ഉയർ 40 rupees. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അയ്യോ അല്ല ബ്രോടെ വണ്ടി അടിച്ചല്ല, കാല് ബ്രോ അങ്ങനല്ല. നിഖിൽ ബാബു ബ്രോ, കെവിൻ അവൻ പോയി 80 മുടക്കി ആവട്ടെ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ 500 അങ്ങോട്ട് അയച്ചു. മറ്റന്നാൾ പൊന്മുടി വരും, ബോബിനെ കണ്ട് അണ്ണനെ കാണാം. നോ ലൈക്സ്. അതെ ഗൈസ്, ലൈക്ക് അടിക്കും. 3000 പേര് ഇനി ലൈക്ക് അടിക്കുന്നുണ്ട്. 3000 പേര് ഇനി ലൈക്ക് അടിക്കുന്നുണ്ട്. വാർ സ്പെക്ക് ചെയ്യോ? തുടങ്ങിയില്ല ബ്രോ, തുടങ്ങിയില്ല. ഞാൻ അവരെ സ്പെക്ക് ചെയ്തോണ്ടിരിക്കുക. വാർ തുടങ്ങിയിട്ടില്ല, ലൈവ് ആക്കി തുടങ്ങിയിട്ടില്ല. അഡ്മിനെ നിൽക്കുന്നതേ ഉള്ളൂ. സ്റ്റാർട്ട് ആയിട്ടില്ല. റിച്ചാർഡ് ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. ഇസഡാർ ഗെയിമിംഗ് ലോക്കൽ താങ്ക് യു സോ മച്ച് 40. അത് ആരേലും ഇടുവണ്ണ വോട്ട്, എന്റെ ആരോ ഇട്ടെന്നാ കേട്ടേന്ന്. അങ്ങനൊക്കെ നടക്കൂടാ, അതൊക്കെ അവിടൊക്കെ ആയിരിക്കൂടാ. നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ നടക്കത്തില്ല. വോട്ടേഴ്സ് ഐ ഡി ഇല്ലാത്തവരുടെ വോട്ടൊക്കെ രേഖപ്പെടുത്താൻ പറ്റുമോ? അണ്ണാ ഇവന്മാരല്ലേ എല്ലാം കള്ളന്മാരല്ലേ? നമ്മുടെ ഒരു ചാനലില് പൊളിറ്റിക്സും ഇല്ല, റിലീജിയൻ ഇല്ല. ഇത് രണ്ടും നമ്മൾ സംസാരിക്കുന്ന സൗഹാർദ്ദം. അതെ, ഇത് രണ്ടും നമ്മള് സംസാരിക്കാത്ത ഒരു കാര്യമാണ്. നമുക്കത് വിടാം, വെറുതെ എന്തിനാണ്. ഹലോ കോള് വന്നു ബോബിന്. അണ്ണ പൊന്മുടിയിൽ BMW വരുമോന്നോ? BMW വരാൻ പറ. പാർട്ടി പ്രസിഡന്റ് അച്ഛനെ വീട്ടിൽ വെട്ടി. പാർട്ടി പ്രസിഡന്റ് അച്ഛനെ വീട്ടിൽ കയറി വെട്ടി. അച്ഛനെ മരത്തിനോട് ചേർന്ന് പോയിട്ട ആള്. എന്തൊക്കെ ടീം ചുണ്ടി താരം ചെയ്ത 40 rupees. അണ്ണാ ഡേവിസ് ടർഫ് അടിക്കണ്ടേ? അടിക്കാൻ ബ്ലോക്ക് ചെയ്യുന്നു. അച്ഛൻ സേഫാണ്. അവര് പാർട്ടിക്കാരില്ലേ? അവര് പണ്ടത്തെ കമ്പനിക്കാരല്ലേ? എന്താണോ നിനക്ക്? ചെവി പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ചെവി മുറിഞ്ഞ് ഒരു ചെവി ഡോക്ടറിനെന്ന് പറയണേ. കാശിപുരം താങ്ക് യു സോ മച്ച് 20 rupees. സുധീർ ബ്രോ താങ്ക് യു സോ മച്ച് 40. കണ്ണാപ്പിയുടെ ഡ്രങ്കൻ ഫർമായിട്ട് വീഡിയോ കാണാം. ഇന്ന് കാണാം, അധികം കാണാം. ബോബോയുടെ കോസ്പ്ലേ ലൈവ് എന്നാണ് ഒറവാസ് ബ്രോ. ഒറവാസ് ബ്രോ അതല്ല, ഒറവാസ് ബ്രോ ആണെന്ന് അറിഞ്ഞൂടാ കേട്ടാ. ഒറവാസ് ബ്രോ ആണെന്ന് തോന്നുന്നു. ഉടനെ ഉണ്ടാവുന്നു ബ്രോ. ട്രിപ്പ് ഡൂഡ് ഗെയിമിംഗ് താങ്ക് യു 20. അബി ബ്രോ താങ്ക് യു 40. അണ്ണാ കുറച്ച് ലേറ്റ് ആയി പോയി, കൊണയായിട്ട് തീരാറാവുന്നു. അതെ. ഗൂഗിൾ രമ്യവാസ് ബ്രോ താങ്ക് യു സോ മച്ച് 20. ഹൃഷിയേഷ് മംഗലശ്ശേരി പൊന്മുടി വരുമ്പോ പറയണം, എനിക്ക് അണ്ണന്റെ കൂടെ ഒരു ഫോട്ടോ വേണം, അതിന്റെ വലിയ ആഗ്രഹമാണ്. പിന്നെ ഫോട്ടോ എടുത്തു തരാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഒറ്റയ്ക്കാണ്. സോ ആരെങ്കിലും കൊണ്ട് എടുത്തു തരണേ ഉറപ്പായിട്ട്. ഋഷിയേഷ് അണ്ണ നാളെ എക്സാം ആണ്. എക്സാം ഉള്ളവരൊക്കെ പോയി പഠിച്ചോളാ, നേരെ വിട്ടോ. ബീസ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. ഈഗിളിന്റെ തൊട, അണ്ണന്റെ തൊട, അതിന് വരെ 20. ആദ്യത്തെ ആൽബിൻ ജോൺസൺ ബ്രോ താങ്ക് യു സോ മച്ച് 20. പൊന്മുടി ക്ലോസ് ആണോ? എന്നെ കാണാൻ വരാം. എന്നാ എണ്ണാനെ കാണാൻ വരാമോ? ആരോമൽ 20. സുണ്ട് എവിടെ?
എടാ സുണ്ടിന് ജീവിതത്തില് 3 കാര്യങ്ങളിലാണ് സുണ്ട് എൻഗേജ്. 1 ലൈവ് ഇടാൻ, 2 ഫുഡ് കഴിക്കാൻ, 3 ഉറങ്ങാൻ. പിന്നെ വേറൊരു കാര്യം അതില് ഫുഡ് കുറച്ചു നേരം മുമ്പ് കഴിച്ചു, ലൈവ് ഇന്ന് ഇട്ടില്ല, അപ്പൊ എന്തായിരിക്കും? ഉറക്കം. അവിടെ ബെഡിലുണ്ട്, ഡെഡ് ബോഡി ബെഡിലുണ്ട്. ഇന്ന് തമിഴ്നാട് പോയി വണ്ടിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു. നമ്മൾ ആംബുലൻസ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസ് ആയിരുന്നു. ഞാനും ആംബുലൻസ് ഓടിക്കുമായിരുന്നു. 2 ശവമായിട്ട് ബാക്കില്, രണ്ട് ശവങ്ങൾ ബാക്കിൽ, ലെഫ്റ്റിലൊരു ശവം, റൈറ്റിലൊരു ശവം, 2 ശവങ്ങൾ ഇങ്ങനെ ഇരുന്നു. ഞാൻ ആംബുലൻസ് ഓടിച്ചാണ് ഇന്ന് തമിഴ്നാട് പോയത്. BMW മലരണ്ട അലാവൊക്കെ വെച്ച് 2 ശവമായിട്ട് ഞാൻ വന്നു തമിഴ്നാട്ടിൽ. സുണ്ടാണോ രഘുൽ? അതെ സുണ്ടാണ് രഘുൽ. ടർഫ് തുടങ്ങിയില്ല. അവിടെ പീടിക്കൊക്കെ കണ്ണൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേസ്, നിങ്ങൾക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ. തുടങ്ങാൻ പോണേ ഉള്ളൂ. തുടങ്ങാൻ എല്ലാം റെഡിയായി നിൽക്കുന്നു കേട്ടാ. TVX SRPD മൈൽസ് എന്ന്. മൈൽസിനപ്പോ ഒരു ചായ ഉണ്ട്, ഒരു ചായ ഉണ്ട്, ഇടത്തോട്ടൊരു ചായ ഉണ്ട്, ഒരു ചായ ഉണ്ട് മൈൽസിന്. അപ്പൊ ഇന്നൊരു ഇടത് ചായ ഉണ്ട്. SRPD പീഡിയിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങുമ്പോ പ്ലേ. Abid Sainu bro, thank you so much for the 20 rupees super chat. Mr. Goku, thank you so much for the 20 bro. ചുണ്ണിയിൽ മുത്തിയ തത്ത $2. അണ്ണ ബോബിനെ എനിക്ക് തരുമോന്ന് കടിച്ചു പിടിച്ചേക്കുന്ന പീഡിപ്പിക്കും കേട്ടാ, റേപ്പ്. VC പോണ. VCയിൽ ആരുണ്ട്? നമ്മുടെ VCയിൽ ആരുണ്ട് നോക്കട്ടെ. ഹലോ എടാ, നീ ലൈവ് ആണോ? ഓ നീ ലൈവ് ഇട്ടായിരുന്നോ? അല്ല ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവരൊക്കെ ലൈവ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നേ ഞാൻ ഇന്ന് ലൈവ് ഇടത്തില്ലായിരുന്നു. ആരും ഇല്ലെന്ന് വിചാരിച്ച ഇന്ന് ലൈവ് തന്നെ. എന്ത് സത്യം പറഞ്ഞ അത് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ കാണട്ടെ, ആൾക്കാർ മുഖം മറന്നു പോണ്ട. ഇട്ടോ ലൈവ് ഇട്. ഓ അങ്ങനെ അടുത്തേട്ടാ ഇന്ന് പറ്റുമെങ്കിൽ ലൈവിൽ ഒരു പരുന്ത് ഫ്രൈ കാണാം. അതെന്താടാ? കൂടുതലൊക്കെ വരെ ഇതാണെന്ന് അറിഞ്ഞു. റെഡ് അലർട്ട്, കറണ്ട്, മഴ ഇടിയൊക്കെ. എടാ എന്ന് കരുതി അവിടെ ഇവിടുത്തെ കണക്ഷൻ ഒക്കെ സ്ട്രോങ് ആണ്, മനസ്സിലായ? സ്ട്രോങ് ആൻഡ് കിടിലൻ കണക്ഷൻ. പക്ഷെ അടുത്തായിട്ട് ഇപ്പോഴും ആ ബാറ്ററി ഇരിക്കുന്ന സ്ഥലം ഡെയിലി ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ അന്ന് പോയപ്പോ അതെ അതുണ്ട് ഒരു ചെറിയ വിറയലുണ്ട്. ഡിസ്പ്ലേ ക്യാപ്ചർ. അലീമി കത്തിപ്പോയെന്ന് തോന്നുട്ടോ. ഇല്ല സുണ്ട് ഇവിടെ ഉണ്ട്. ചോക്കി സുണ്ട് ഇവിടെ ഉണ്ട്. ബ്രോ ഞാന് ഒരു ചലഞ്ച് വിളിച്ചു, ശരത്തായിട്ട് അതിനെ ചിരിച്ച് പുച്ഛിച്ച് തള്ളി. ബ്രോ ഈ ചലഞ്ച് കേൾക്കണം. ഞാനല്ല ഒരു പ്രത്യേക ചലഞ്ച് ലൈവ് സെറ്റ് ഇല്ല, ഉറപ്പായിട്ടും ഇല്ല ബ്രോ. ഇതാണ്, അതായത് എനിക്ക് ടഫ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആണ് ഇങ്ങനെ. അതായത് ഞാൻ ഒരു സിംഗിൾ ലൈവില് 300 കില്ല് എടുക്കും. ഏത് ഗെയിമില്? 100 PUBG, 100 വാലറന്റ്, 100 ഫൈനൽസില്. എല്ലാത്തിലൂടെ 300 കില്ല്? എല്ലാത്തിലും കൂടെ 300 കില്ല് ഒരു ദിവസം, ഒറ്റ ലൈവില്. അത് ഓക്കെ അല്ലേ? അത് പറ്റാത്ത കാര്യമാണോ? അല്ല, ലൈവിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 10 ദിവസോ? അത് എപ്പോ എടുത്ത് തീരും അത്രയും നേരം വരെ. അപ്പൊ 10 ദിവസത്തെ ലൈവ് കണ്ടിന്യൂസ് ഇടേണ്ടി വരും. ചിലപ്പോ 150 കുറയ്ക്കാം കേട്ടോ. 666 കില്ല് എടുക്കുവാണെങ്കിൽ മീശ പഠിച്ച ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് നിൽക്കാം. അതിൽ കൂടുതൽ എനിക്ക് വല്ല ചലഞ്ച് തരാനില്ല. മീശ പഠിച്ചാൽ നിൽക്കും ലൈവ് വന്നിട്ട്. 666 കില്ല് ഡിസംബർ 30 മുന്നേ എടുക്കുവാണെങ്കിൽ 31. നീ ഇതുവരെ അതിപ്പോ 13ആയി. നീ അടുത്തേക്കുന്ന 40 ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മോരുണ്ടാക്കിയിട്ട് 4 വർഷം ഞാനേ പോയതേ ചെരക്കാനല്ലെന്ന് പറയും. അടുത്ത ഈൽബ്രോയിൽ കിടക്കുന്ന ഇതേതാണ് മെമ്പർഷിപ്പ്? എത്രയാണ്? 6000? എന്റെ ഏറ്റവും ഹയസ്റ്റ് 4000. അതല്ല, ഇനി അടുത്ത ചലഞ്ച് എത്ര എത്തിക്കണമെന്നാണ് ഒരു ആഗ്രഹം? ഒരു റെക്കോർഡ് ഇടണം. അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ 6000-ലാണ് വെച്ചിരിക്കണത്. അപ്പൊ ഇനി 6000 അല്ല, അത് ഞാൻ പറയട്ടെ. ഈഗിൾ ബ്രോക്ക് ഒരു ചലഞ്ച് വെച്ചാൽ ഈഗിൾ ബ്രോ 6000 മെമ്പർഷിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒൺലി ഫാൻസിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസം ഫോട്ടോ ഇടണം. എങ്ങനെയുണ്ട് ചലഞ്ച്? ഈ മാസോ? ഇനി വെറും 300 മതി. 300. ഓ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ചലഞ്ച് സെറ്റ് ചെയ്തിട്ട്
ഒൺലി ഫാൻസിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടേ ഒരു മാസം ഫുള്ള് ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ ഇടണം. എന്നിട്ട് പറഞ്ഞു വരുന്നതെന്നറിയാമോ ഗൈസ്? അതായത് ഞാനൊരു 10,000 മെമ്പർഷിപ്പ് ടാർഗറ്റ് വെക്കുന്നു, 10,000 മെമ്പർഷിപ്പ് ആവുന്നു, അതിൽ നിന്ന് 4,000 മെമ്പർഷിപ്പിന്റെ പൈസ ഇവന് കൊടുക്കുന്നു. ഏത് മനസ്സിലായ? അപ്പൊ ചലഞ്ച് കമ്മീഷൻ അല്ല, എനിക്കിത് വേണ്ട. ഒൺലി ഫാൻസിൽ മറ്റേ സബ്സ്ക്രൈബർ വരില്ല, അതിന്റെ പൈസ എനിക്ക് തന്നാ മതി. ഓ നീ ഇവിടുന്ന് നിന്റെ ഒൺലി ഫാൻസിൽ പ്രീമിയം എടുപ്പിക്കാൻ കൊള്ളാം 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 കൊള്ളാം. ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒൺലി ഫാൻസും ഇതൊക്കെ ഇപ്പൊ ഇവിടെ കേരളത്തിലൊക്കെ പറ്റേ ഭയങ്കര കോമൺ ആയി വരണ കേട്ടാ. കുടുംബത്തോടൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി കണ്ടായിരുന്നു ചേട്ടാ, ഒരു പ്രത്യേകതരം പെങ്കൊച്ചിന്റെ ലാസ്റ്റ് മന്ത് സബ്സ്ക്രിപ്ഷൻ മാത്രം 26 ലക്ഷം രൂപയെന്ന്. ജോക്കി അതല്ല ജോക്കി അതല്ല, അമ്പത്തൂരിന് സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആയി കേട്ടാ. അമ്പത്തൂര് സ്റ്റാറ്റസ് ഇടുക കേട്ടോ, സബ്സ്ക്രൈബ് ഫോർ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് വെച്ചിരിക്കണേ ചേട്ടാ. അവര് മുടിയൊക്കെ അഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവനില്ലേ അവന്റെ താടി ഇങ്ങനെ ചുളുക്കി പിടിച്ചിട്ട് ചന്തിയുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായില്ലേ? അവൻ കള്ളനാണ്, അവൻ കള്ളൻ. ചാടി ചുളുക്കി പിടിച്ച. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഗൈസ്, ബലൂണൊക്കെ ആ പുള്ളിക്കാരിടാ 355 രൂപ ഒരു സബ്സ്ക്രിപ്ഷൻ, 7,000 പേരെന്തോ സബ് ചെയ്തിട്ടുണ്ട്. നീ എന്തുവാ പറഞ്ഞേ? ബാബു 100 കേരളത്തോട്ട് ഫോളോ ചെയ്തോളാം. അണ്ണാ താങ്ക് യു. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല കേട്ടാ. അഭിരാം ബ്രോ താങ്ക് യു സോ മച്ച്. കാനഡിയൻ എനിക്ക് തനിയെ സജഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യാറില്ല. helping me a lot at this the last day of lot Anna, this is the last day of me and I am no more. Anna, my best friend girl, she tell me she has a boyfriend. That's okay, but I am no more. Anyone under her, I am strange, disturb her. Thank you for helping me a lot of fun. This is the last day of me and I'm no more. My best friend a girl, she tells she has a boyfriend. That's okay, but I'm no more. Anyone to her. I am strange and don't disturb her. അർത്ഥം പറഞ്ഞേ. അവന്റെ ബെസ്റ്റ് ഒരു പെണ്ണ്, ആ പെണ്ണിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇവന് അവളുടെ അടുത്ത് ഇനിയൊന്നുമില്ല. അതെന്താ, അവക്ക് ബോയ് ഫ്രണ്ട് ഉള്ളതുണ്ടോ? അവൻ ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട്. ആൻഡ് അവളെ നമ്മള് ശല്യപ്പെടുത്തരുതെന്ന്. നമ്മൾ എന്തിനാണ് മോനെ അവളെ പോയി ശല്യപ്പെടുത്തുന്നേ? അഭിരാം ബ്രോ എന്തൊക്കെയാണ് പറയണേ? എബ്രഹാം ബ്രോ എന്തിനു നിങ്ങൾ അഭിരാം പിണങ്ങിയാട്ടാ അതിന്റെ ഇടയില്. ചില്ലാവ് മോനെ ഇതൊന്നും വലിയ കാര്യമേ അല്ല. എത്ര ബെസ്റ്റ് ഫ്രണ്ട് വരാൻ കിടക്കുന്നു. പിള്ളേർക്ക് വേണ്ടി ചാവാൻ പോവാണെന്ന് പറയുവാണെങ്കിൽ എല്ലാരും പോയിട്ട് വരാനേ പറയത്തുള്ളൂ. കണ്ടാ അതാ ഇവിടെ ചാറ്റിൽ തന്നെ കണ്ടാ. പെമ്പിള്ളാർക്ക് വേണ്ടി ചാവാൻ പോവാണെന്നൊക്കെ പറയണത് ഇപ്പൊ ഒരു കോമഡിയാ ശരിക്കും. സത്യം, പെണ്ണിനോ ആണിനോ രണ്ടും കോമഡിയാണേ. സത്യം, പെണ്ണിനോ ആണിനോ ഒക്കെ വേണ്ടിട്ട് അവൻ എന്നെ തേച്ചു അവളെന്നെ തേച്ചു എന്ന് പറഞ്ഞ് ചാവാൻ പോണത് ഇപ്പൊ ഏറ്റവും വലിയ കോമഡിയാ. അവനെ തേച്ചു എന്ന് പറഞ്ഞ ചാവാൻ പോകുന്നവരുണ്ട് ഇവിടെ. അതെ സത്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം ഞാനടക്കമുള്ള പലരുടെയും ചിന്താഗതി പറയാം. പെണ്ണ് തേച്ചു എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനെയും അമ്മയും മറന്നു പോയി സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്ന ആ മൊണ്ണ അല്ലെ മന്ദബുദ്ധി എന്ന് പറഞ്ഞ് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടത്തേ ഉള്ളൂ. ഞാൻ ഉറപ്പ് പറയാം. അതെല്ലാരും ഓൾമോസ്റ്റ് ലൈക്ക് ഒരുവിധം ബുദ്ധിപരിധി എത്തിയ എല്ലാരും അങ്ങനെ ചിന്തിക്കുള്ളൂ. കോടിക്കണക്കിന് പെമ്പിള്ളാരുണ്ട് ഈ ലോകത്ത്. അടുത്തത് വരും. സത്യോടെ എടാ, നിനക്കുള്ളത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ നടക്കുമായിരിക്കും. അത് കറക്റ്റ് സമയത്ത് വരും. അത് അതെ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കേട്ടോ. അയ്യോ കറങ്ങി തിരിഞ്ഞ് ആരെങ്കിലും കൂടെ നടക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനല്ല ഉദ്ദേശിച്ചേ. അവന് ആത്മഹത്യ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പൊ ഒരു പ്ലാനായി. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുക്കേണ്ടതാ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും പിള്ളേരെ ഞാൻ എടുക്കേണ്ട അവസ്ഥയായി. എനിക്കിതൊരു കുഞ്ഞായിട്ടില്ല. സത്യം ജോക്കിയുടെ കുഞ്ഞിനെയൊക്കെ എടുക്കായിരുന്നാണ് ഞാൻ. ഇനി എന്റെ കുഞ്ഞിനെ ജോക്കിയുടെ കൊടുക്കേണ്ട അവസ്ഥയായിട്ടാ. എന്റെ ചാനൽ 2K ഹെൽപ്പ് ചെയ്യാ ബ്രോ. എന്റെ ഡ്രീമാണ്. ഡെവിൽ സാർ ബ്രോ 40 rupees ബ്രോ. ഇപ്പൊ ഞാൻ റൈഡ് തന്നാൽ ഞാൻ ഇപ്പൊ ഇത് ചെയ്യാൻ പോവാണ് ബ്രോ. ചാനലിലെ ലാസ്റ്റ് ആണ് നോർമലി റൈഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളത്.
ഹായ് ബ്രോ, ശരത്തേട്ട, ബാബു സൈഡ്, ബോബുട്ട, കെവിൻ എന്ന് പറഞ്ഞ ഹേമന്ത് ബ്രോ. ഹേമന്ത് ബ്രോ ഹായ്. പടം എന്നെത്തിക്കും, എന്റെ പടം എന്നെത്തിക്കും. ശരത്തേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈഗിൾ ബ്രോയുടെ കൊച്ചിനെ ശരത്തേട്ട് എടുക്കുന്നതിന് മുന്നേ ശരത്തേട്ട കൊച്ചിനെ ഈഗിൾ ബ്രോയെ കൊണ്ട് എടുപ്പിച്ചാലോ അങ്ങ്? 4 മാസം കൊണ്ട് അല്ല, ഓൾറെഡി കൊച്ചുള്ള ആരെങ്കിലും കെട്ടിയാ പോരെ? ഡിസ്കൗണ്ടഡ് ക്യാനിവേഴ്സിൽ പോയി ഒരു സാധനം $20 ഡ്രഗ് പ്രൊമോഷനാ. നോ എന്ത് പ്രൊമോട്ട് ചെയ്തേ? റിമൂവ് ഡിലീറ്റ് നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. മനസ്സിലായോ? അറിയാലോ, വിഷമിച്ചിരിക്കുന്ന ഒരുത്തനടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് കഞ്ചാവ്. കഞ്ചാവ് വാങ്ങിച്ച് അടിക്കാൻ. അര കിലോ കഞ്ചാവ് മേടിച്ചടിക്കാൻ. ഇതൊക്കെ ഇങ്ങനെയാണോ ഇത് വിടുന്നത്? റൈഡ് കൊടുക്കുക. പാപ്പൻസ് ഗെയിമിംഗ് ലൈവ് ആണ് ബ്രോ. ഞാൻ ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ബ്രോ. ബ്രോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ഹോൾസ് ബ്രോ. V9 എന്താ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അവന്. അപ്പൊ പശുവിന്റെ പുറകെ പോണൊക്കെ അത്ര തെറ്റാണോ? സൈറ്റ് ക്ലാസ് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, മിന്നി പറഞ്ഞിട്ടല്ല. സേ നോ ടു ഡ്രഗ്സ് അത്രേ ഉള്ളൂ. അത്ര ഉള്ളൂ. അടിച്ചു കയറ്റി. അബി താങ്ക് യു സോ മച്ച്. അണ്ണാ ഇവിടെ ലീഗലാണ്, അതുകൊണ്ട് പറഞ്ഞ. എടാ അവിടെ ലീഗലാണ് അബി ബ്രോ. ഇത് കേരളത്തിൽ ഇരുന്ന് ലൈവ് കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ കാനഡയിൽ നിന്ന് ലൈവ് കാണുന്ന ആൾക്കാർ വളരെ കുറവാ. ഇവിടെ കേരളത്തിൽ അത് ലീഗലല്ല. അപ്പൊ നമ്മൾ ഇരുന്ന് കോമൺ ആയിട്ട് പറയുമ്പോ അത് ഒരുമാതിരി ജനറലൈസ് ചെയ്യണത് പോലെ, അതുപോലെ നോർമലൈസ് ചെയ്യണത് പോലെ ആയിപ്പോവും. സോ അത് ഞാൻ എൻകറേജ് ചെയ്യും. എബ്രഹാം ബ്രോ 100 rupees സൂപ്പർ ചാറ്റ്. ബ്രോ ബെറ്റർ വൺസ് വിൽ കം, എ ലിവിംഗ് എക്സ്പീരിയൻസ് ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഡോണ്ട് വെറി. ആരെയാണത്? 3 പേരുണ്ട്. അല്ല അതില് സ്ഥിരമുള്ള ഒരാളെ ഉള്ളടാ. ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ എബ്രഹാം ബ്രോ വിട്ടുകള. ബി ഹാപ്പി മോനെ ഈകളെ. ചെറുക്കനൊരു പാട്ട് പാടി കൊടുത്ത കരഞ്ഞു തീർക്കട്ടോ. അയ്യോ ഗെയിമിംഗ് കൺസൾട്ടന്റ് ബ്രോ പാട്ട് പാടാൻ പറ്റിയ അവസ്ഥയല്ല ഇപ്പൊ. കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇവനെ കൊണ്ടൊരു റാപ്പ് പാടിക്കാം. ബോബുട്ട നിന്റെ പുതിയ റാപ്പ് ഏതൊരായി? എടാ കീടിലും ജോക്കി എന്ത് കീടിലും സാധനം. ഞാൻ കേട്ടായിരുന്നു. ബാബു വിഷയമാണ് അന്ന് പാടിയതാണോ ബോബേ തുടക്കം? പ്രോഗ്രാമൊക്കെ ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ കേട്ട ആളിയാ. ആണോ? ഞാൻ പറയട്ടെ, കേരളത്തിലൊക്കെ സ്പോട്ടിഫൈയിലൊക്കെ കേൾക്കുന്ന റേഞ്ച് ഒരു സാധനം. എപ്പോ ഉണ്ടാവും പറഞ്ഞാൽ ഞാൻ കൊണ്ടുതരാം. ഹേമന്ത് ബ്രോ ഓക്കെ താങ്ക് യു സോ മച്ച്. നിഫിൻ ബ്രോ താങ്ക് യു സോ മച്ച് 40 ബ്രോ. അങ്ങനത്തെ പുണ്ടച്ചികളുടെ മുമ്പിൽ സക്സസ് ആകാൻ നോക്കുന്നു. എന്നിട്ട് ആൽബിൻ സാബു ബ്രോ പറയണ കഴിഞ്ഞു. അങ്ങനത്തെ പുണ്ടച്ചികളുടെ മുമ്പിൽ സക്സസ് ആകാൻ നോക്ക് മോനു. എന്നിട്ട് അവള് അങ്ങ് റിഗ്രറ്റ് അടിക്കട്ടെ. ജസ്റ്റ് പേരൻസിനെ സ്നേഹിക്കുന്നവരെ ഓർക്ക്, ജസ്റ്റ് പേരൻസ് നിന്നെ സ്നേഹിക്കുന്നവരെ ഓർക്ക്. ഒരുത്തിക്ക് വേണ്ടി ബാക്കി ഉള്ളവരെ റൂയിൻ ചെയ്യല്ലേ, അത്രേ ഉള്ളൂ. വെറുതെ ബെസ്റ്റ് ഫ്രണ്ടിന് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ളതിനാണ് അവനിപ്പോ വിഷമമായേക്കുന്നത്. തേച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ടർഫ് സ്റ്റാർട്ടായോ? അലീന കളിക്കുന്നുണ്ടോ? അലീന നമ്മുടെ ഗ്യാങ്ങിലാണോ? അലീന അല്ല ജോക്കി, അലീമി. അലീന ഓൾറെഡി ഗ്യാങ്ങിലുണ്ട്. നമ്മുടെ ഗ്യാങ്ങിലുള്ള അല്ല. ബ്രോയുടെ ചങ്ക് ഫ്രണ്ടാ. അലീനയാ പെണ്ണൊന്നും വെക്കല്ലേ. റംഷീദ് ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees. ലവ് യു ബോബെ. ലവ് യു അണ്ണാ. ബോബ് സീൻ ആയല്ലോ. അതായത് ബോബ് സീനാണ് കുറച്ച്. നാളെ എക്സാം ഉള്ളവന്മാരൊക്കെ എക്സാം ഉള്ളവരൊക്കെ പോയി പഠിക്കും. ഇവിടെ കണ്ടാക്കരുതേ. 2 വട്ടം പ്രപ്പോസ് ആക്കി ബട്ട് റിജക്ട് ആക്കി. 2.5 year പുറകെ നടന്നു. ഇപ്പൊ സെറ്റായി 3 months ആയി. ഗർഭിണിയാ? 3 മാസം ഗർഭിണി ഇങ്ങനെയാണോ ചോദിക്കണേ? 3 months ആയെന്നൊക്കെ പറഞ്ഞു. ദൈവം കൂടെ ഉണ്ട്. അനിമേഗയുടെ 100 സൂപ്പർ ചാറ്റ്. My girlfriend kissed her bestie when we were in a relation and I broke up and moved on with a new girlfriend and now she cheated me and become single. Chill bro. അയ്യോ എന്തൊക്കെ കറങ്ങിട്ട്. അല്ല വേറൊരു കാര്യം പറയട്ടെ. പുള്ളിയുടെ ശരിക്കും പറഞ്ഞ ആലോചിച്ച് നോക്കി, ഇതൊന്ന് വായിച്ചു നോക്കിയേ. പുള്ളിയുടെ ശരിക്കും പറഞ്ഞ 2 ഗേൾ ഫ്രണ്ട് ചീറ്റ് ചെയ്തു.
പക്ഷെ അത് ഒരുമിച്ച് പറയാനൊരു മടി, മനസ്സിലായോ? ഇതും ചീറ്റിങ്ങല്ലേ, അപ്പൊ 2 ഗേൾഫ്രണ്ട് ഓൾറെഡി ചീറ്റ് ചെയ്തു. അത് പുള്ളിക്ക് 2 പോയി എന്ന് പറയാനൊരു മടിയുടെ പുറത്ത് കുറച്ച് ക്രിയേറ്റിവിറ്റിയിൽ പറഞ്ഞു കേട്ടാ. എന്തായാലും ബ്രോ സന്തോഷമായിട്ടിരിക്കും, പോയത് പോട്ടെ. അണ്ണാ 1 മന്തായി ബ്രേക്കപ്പ് ആയിട്ട് ആകെ ഡെസ്പിടിച്ചിരിക്കുക. ഈഗിളും ബാബു ലൈവ് വരുന്ന ഡേയ്സിൽ എല്ലാം മറന്ന് ലേറ്റ് നൈറ്റ് ലൈവ് കണ്ട് ചിരിക്കും, ഹാപ്പി ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇഗ്നീഷ് ബ്രോ താങ്ക് യു സോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. ജസ്റ്റ് ചിൽ ഗൈ, അത്രേ ഉള്ളൂ. എന്ത് സുണ്ട് ജോക്കി, ഉറക്കം തീറ്റി ലൈവ്, ഇത് മാത്രമേ ഉള്ളൂ അവന്റെ ജീവിതം. അതാ വലിയ താമസമില്ല. മൈൻഡ് പോലും ഇല്ല ആള്. പണ്ടത്തെ താരം, ശരത്തേട്ട നിങ്ങളെ പാർട്ണർ അല്ലായിരുന്നു TKRP-ലെ? ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയം തൊട്ടേ ഉള്ള ആളാ. അതൊക്കെ അത്ര ബാബു ഈ സൂപ്പർ ചാറ്റിനെ എങ്ങനെ റിയാക്ട് ചെയ്യും? ഡോണ്ട് പ്ലേ ഹസ്ബൻഡ് റോൾ ഇൻ യുവർ 20s. ഹസ്ബൻഡ് റോള് അതിനെന്താ കുഴപ്പം ബ്രോ? അണ്ണാ ഞാൻ മെസ്സേജ് അയച്ച ഒരു വീഡിയോക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. എടാ ഞാൻ പറയട്ടെ, ഇത് എന്റെ മാത്രം POV ആണ്. ഞാൻ ഇത് ജനറലൈസ് ചെയ്യുമല്ല, എന്റെ മാത്രം POV ആണ്. സാധാരണ മനുഷ്യന്മാരുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മമാരുടെയൊക്കെ ആയുസ് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തലമുറയിലുള്ള ആൾക്കാരുടെ ആയുസ് എന്നൊക്കെ പറയണത് നോർമലി ആ ഒരു സമയത്ത് 60-70 അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മാക്സിമം ആയുസ് 50-60 ആ ഒരു റേറ്റ്. അല്ല 50-60 വരെ ഒന്നും പോകില്ല നമ്മൾ എന്തായാലും. ഇപ്പോഴത്തെ ഈ ഒരു എൻവയോൺമെന്റിലെ കണ്ടീഷനും നമ്മുടെയൊക്കെ ലൈഫ് റൂട്ടീനും ഒക്കെ വെച്ചിട്ട് 60 ഒരിക്കലും പോകില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാലേ നമ്മുടെ മക്കളാണേലും വളർന്നു വരുന്ന ആരാണേലും അവർ സ്വന്തം കാലിൽ നിൽക്കുന്നത് കണ്ടിട്ട് മരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് തൊട്ടേ എല്ലാവരും പറയണ കാര്യമാണ്. അപ്പൊ അവര് ഒന്ന് സെക്യൂർ ആക്കുന്നവരെ നമുക്ക് ജീവിച്ചിരിക്കാം. നാച്ചുറൽ ഡെത്ത് ആയിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കണം. അവരൊക്കെ ഒന്ന് സെറ്റിലപ്പ് ആവുന്നവരെ ഇലവായിട്ടിരിക്കണമെങ്കിൽ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാലേ ഒരു മക്കളൊക്കെ ഒരു 10-20 വയസ്സാവുമ്പോഴെങ്കിലും നമുക്ക് ചത്ത് മണ്ണടിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അന്ന് അവിടെ ഇരുന്നപ്പോ ഞാൻ മെന്നിയുടെ അടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ട് ഈ കാര്യം, ഇതേ കാര്യം. എന്റെ ചിന്താഗതി ഇതായിരുന്നു. അതിന്റെ അടുത്ത മാസമായിരുന്നു മെന്നിയുടെ കല്യാണം. അതെ. അപ്പൊ ഒരുപാട് ലേറ്റ് ആവണ്ട എന്നുള്ളൊരു കാര്യം. എനിക്കിപ്പോ 25, ഞാൻ 26ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എനിക്കത് വലിയ എൻ്റെ പ്രൊഫഷനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കണമെന്ന രീതിയിലൊന്നും ആ കല്യാണം ഇതുവരെ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണറിനനുസരിച്ച്. ഉറപ്പായിട്ട് ഈഗിൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്താടാ നിനക്ക്? എടാ മേരന്മാരെ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ ഞാൻ ഇരിക്കുമ്പോ സംസാരിക്കരുത്. കല്യാണക്കാരെ ഡിസ്കസ് ചെയ്യണം. അയ്യോ അണ്ണാ ആ മൈര അവളുടെ ബോയ് ഫ്രണ്ട് ഇത് കാണണം, ഞാനൊരു മൂഞ്ചനല്ല എന്ന് എന്നെ ഊഹിക്കല്ലേ എന്നും അവളൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാ ഇവളെയൊക്കെ ഉണ്ടാക്കിയവരെ അങ്ങനെയൊന്നും പറയരുത് എബ്രഹാം ബ്രോ. ഇപ്പൊ നമുക്ക് വേണ്ടുന്നത് സമാധാനമാണ്. ചില്ലായിട്ടിരിക്കുക, സമാധാനത്തോട്ടിരിക്കുക. ഈഗിൾ ബ്രോയുടെ ആനിവേഴ്സറി, അതായത് ഈഗിൾ ബ്രോയുടെ കല്യാണത്തിന്റെ ഡേറ്റ് ലൈക്ക് മറ്റേ പ്രചോദനമായിട്ട് എടുത്തിട്ടേ ജിത്തു ബ്രോ കല്യാണം കഴിച്ചായിരുന്നു കേട്ടോ സെയിം ഡേറ്റില്. എന്താണ് പറയാനുള്ളതെന്ന്? നേരത്തെ അറിഞ്ഞിരുന്നേ നിങ്ങള് പെട്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നേ നോ പറഞ്ഞത്. ഡേറ്റ് ഒന്ന് മാറ്റാൻ സത്യം. അണ്ണാ എനിക്ക് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്, ഹെൽപ്പ് ചെയ്യോ? ഇൻസ്റ്റാ DM ബ്രോ. സോൾ കിഡ് ഫോട്ടോഗ്രാഫി ബ്രോ ഒരു കിടിലം പയ്യന്മാരുടെ പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. സ്ട്രീമിംഗ് കരിയർ, സ്ട്രീമിങ്ങിന്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു കിടിലം പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പോഡ്കാസ്റ്റ് കണ്ട നിങ്ങളുടെ എല്ലാത്തിനും ഉള്ള ഹെൽപ്പ് അവിടെ ഉണ്ടാവും. എല്ലാം ജോക്കി വിളിക്കും. ജോക്കി ഫസ്റ്റ് ഗസ്റ്റ് ജോക്കിയാ. ഞങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ, അത് കഴിഞ്ഞ ഫസ്റ്റ് ഗസ്റ്റ് ജോക്കിയാണ് ആദ്യത്തെ ഗസ്റ്റ്. അണ്ണാ എന്നെ ഒരുത്തി തേച്ചു, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ചു. നൗ ഹാപ്പി ലൈഫ്. എന്നെ തേച്ചവൾ ഇപ്പോഴും മൂഞ്ചി തെറ്റി ജീവിക്കുന്നു. അതിലാണ് ബ്രോ കാര്യം.
ആ കൊണ്ടിടത്ത് ഉണ്ടായിരിക്കാൻ പറ. ബ്രോ റെസ്പെക്ട് കൊണ്ടിടത്ത് ഉണ്ടായിരിക്കാൻ പറയാം. കമന്ററി ഞാൻ പറഞ്ഞ ശരിയാത്തില്ല. വൈഫ് ചീറ്റ് ചെയ്തു ഡിവോഴ്സ് ആയി ഇരിക്കുന്ന എന്നോടോ ബാലാന്ന് സുൽഫി മുഹമ്മദ്. എല്ലാരും ഇത് തന്നെ. സുൽഫി ബ്രോ, സുൽഫി നിങ്ങൾ എല്ലാരും ഒന്ന് ചില്ല ചെയ്ത ടർഫ് തുടങ്ങി. വാ 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 ചില്ലേ. ഇന്ന് വിരഹവും പെണ്ണും പടക്കോഴിയൊന്നും വേണ്ട ഇവിടെ. വിട്ട എല്ലാരും സന്തോഷത്തോടെ വാ ടർഫ്.